മെയ് 4 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ ജോൺ ഹോഫ്റ്റൺ, വിശുദ്ധ റോബർട്ട് ലോറൻസ്, വിശുദ്ധ അഗസ്റ്റിൻ വെബ്സ്റ്റർ, വിശുദ്ധ കർക്കോഡോമൂസ്, വിശുദ്ധ സിറിയാക്കൂസ്, വിശുദ്ധ എഥൽറെഡ്, വിശുദ്ധ ഫ്ലോറിയൻ, വിശുദ്ധ ഹോട്ട്ഹാർഡ്, വിശുദ്ധ നെപ്പോഷ്യൻ. വിശുദ്ധ ജോൺ ഹോഫ്റ്റൺ, വിശുദ്ധ റോബർട്ട് ലോറൻസ്, വിശുദ്ധ അഗസ്റ്റിൻ വെബ്സ്റ്റർ. 1487-1535 കാലഘട്ടത്തിലാണ് ഈ വിശുദ്ധന്മാർ ജീവിച്ചിരുന്നത്. അനുഗ്രഹീതരായ ഈ രക്തസാക്ഷികൾ ഇംഗ്ലീഷ് കത്തോലിക്കർക്ക് എത്രയും പ്രിയപ്പെട്ട വിശുദ്ധരാണ്. ജോൺ ഹോഫ്റ്റൺ 1487 എക്സസിൽ ജനിച്ചു. റോക്കസ്റ്റർ മെത്രാൻ വിശുദ്ധ ജോൺ ഫിഷർ കേംബ്രിഡ്ജിൽ ചാൻസലറായിരിക്കുമ്പോൾ ജോൺ കേംബ്രിഡ്ജിൽ പഠിച്ച് കാനൻ നിയമത്തിലും സിവിൽ നിയമത്തിലും ഡോക്ടറേറ്റ് നേടി. മാതാപിതാക്കന്മാർ ജോണിനെ വിവാഹത്തിന് പ്രേരിപ്പിച്ചെങ്കിലും അദ്ദേഹം വൈദിക പഠനം നടത്തി പുരോഹിതനായി. 28-ാമത്തെ വയസ്സിൽ അദ്ദേഹം കർത്തൂസ്യൻ സഭയിൽ ചേർന്ന് മാംസവർജനവും മൗനവും നിരന്തര ഉപവാസവും പാതിര നമസ്കാരവും നിർവഹിച്ചതിന് പുറമെ ഇതര തപക്രിയകളും അനുഷ്ഠിച്ചു പോന്നു. എളിമ അദ്ദേഹത്തിന്റെ പ്രത്യേക സുഹൃതമായിരുന്നു. തന്നിമിത്തം 1531 നോട്ടിം ഹംഷെയറിൽ അദ്ദേഹം സുപ്പീരിയറായി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ വിസ്മയത്തിന് വകയില്ല. ജോൺ ഹോഫ്റ്റൺ സുപ്പീരിയറായി 2 വർഷം തികഞ്ഞപ്പോഴാണ് ഹെൻറി 8 കാതറിൻ ഓഫ് അരഗനെ ഉപേക്ഷിച്ചത്. പുതിയ ഭാര്യ ആൻബുലിന്റെ കുട്ടികളെ ന്യായമായ കിരീടാവകാശികളായി സ്വീകരിച്ചു കൊള്ളാമെന്ന് 16 വയസ്സിന് മേലുള്ളവരെല്ലാം സത്യം ചെയ്യണമെന്ന് പാർലമെന്റ് നിയമമുണ്ടായി. പ്രയോർ ജോൺ ഹോഫ്റ്റൺ സത്യം ചെയ്തില്ല. പ്രൊക്യുറേറ്റർ ഹംഫ്രി മിഡിൽ മോറും സത്യം ചെയ്തില്ല. 2 പേരെയും ജയിലിലടച്ചു. ലണ്ടൻ ടവറിൽ അന്ന് തോമസ് മോറും ബിഷപ്പ് ജോൺ ഫിഷറും ഉണ്ടായിരുന്നു. പ്രയോർ ഹോഫ്റ്റൺ, ഷീലിലെ ചാൾട്ടർ ഹൗസിൽപ്പെട്ട ഒരു സന്യാസി ഡോക്ടർ അഗസ്റ്റിൻ വെബ്സ്റ്റർ, ബൊവയിലെ പ്രയോർ ഡോം റോബർട്ട് ലോറൻസ് എന്നിവർ ദൈവനിയമത്തിന് വിരുദ്ധമല്ലെങ്കിൽ എന്ന വ്യവസ്ഥ ചേർത്ത് സത്യം ചെയ്തു. ക്രോംവെൽ അത് സ്വീകരിച്ചില്ല. അവരെയെല്ലാം രാജ്യദ്രോഹികളായി വിധി എഴുതി. 1535 മെയ് 4 ശിരസ്സ് ഛേദിച്ചു കളഞ്ഞു. കത്തി കഴുത്ത് മുറിക്കാൻ തുടങ്ങിയപ്പോൾ ഫാദർ ഹോഫ്റ്റൺ പറഞ്ഞു: എത്രയും പരിശുദ്ധനായ യേശുവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഈ കർത്തൂസ്യൻ രക്തസാക്ഷികളുടെ ചുടുനിണം ദൈവസ്നേഹത്തിന്റെ ഉജ്ജ്വല പ്രതീകമാണ്. സ്നേഹം സഹിക്കുന്നു. ക്രിസ്തുവിനെ വിശ്വസ്തരായി അനുധാവനം ചെയ്തിട്ടുള്ളവരുടെ ജീവിതം കാണുമ്പോൾ വരാനിരിക്കുന്ന നഗരത്തെ അന്വേഷിക്കുവാൻ ഒരു പുതിയ കാരണം നമ്മളെ ഉത്തേജിപ്പിക്കുന്നു.